തബ്ലീഗിൽ കൂട്ടുകാരുണ്ടോ? നിങ്ങൾ ഏത് പരിപാടിക്കാ പ്രസംഗിച്ചത്? നിങ്ങളുടെ കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കേരള യാത്രയിലെ നാദാപുരത്തെ പരിപാടിയിലല്ലേ നിങ്ങൾ ഈ പ്രസംഗം നടത്തിയത്? ആരാ നിങ്ങളുടെ യാത്രാ നായകൻ? ആരാ നിങ്ങളുടെ യാത്രയുടെ ഉപനായകർ? ഈ 3 പേരും ഒന്നിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ആളോടൊന്നിച്ച് കൂട്ടുകാരായി നിൽക്കുന്ന രംഗം. എവിടെ നിങ്ങൾ സ്വീകരണം കൊടുത്തത്? എവിടെ നിങ്ങൾ സ്വീകരണം കൊടുത്തത്? തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവായ തൽഹ ഖാസിമി എങ്ങനെ നിങ്ങൾ കോഴിക്കോട് കാരന്തൂർ മർക്കസിലെത്തി? തബ്ലീഗ് ജമാഅത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലാന്നോ? ആരെങ്ങൾ പറഞ്ഞു പറ്റിക്കണത്? കാലം മാറിയിട്ടുണ്ട് മാളി, ആയതുകൊണ്ട് കബളിപ്പിക്കൽ നടക്കില്ല. വെച്ചു കൊടുക്ക്. نفتخر بهذا المركز كذلك ونفتخر بكل مركز من مراكزنا في الهند. هذا المركز وبالمركز الذي تخرجت منه أنا دار العلوم دیوبند مذاهب العلوم سهرانپور وكل مركز وكل مدرسة لأهل السنة والجماعة ولا بأس ببعض بشيء من الاختلافات فيما بيننا لا بأس بها. هذه الخلافات موجودة بين الأئمة المجتهدين بين الإمام أبي حنيفة والإمام الشافعي والإمام مالك والإمام أحمد بن حنبل رحمة الله عليهم أجمعين ورضي الله عنهم ولكن الأساس واحد. കണ്ടോങ്ങള് തൽഹ ഖാസിമിയെ പ്രസംഗിക്കുന്നത് തബ്ലീഗ് ജമാഅത്തുകാരുടെ ആസ്ഥാന മന്ദിരമായ ദുയൂബന്ദ് മർക്കസിന്റെ നേതാവായ അതിന്റെ അവസനായ പിതാവാണ് ആര്? ഈ തൽഹ ഖാസിമി. ആ തൽഹ ഖാസിമി കോഴിക്കോട് മർക്കസിൽ വന്നിട്ട് പ്രസംഗിക്കുക നമ്മളെ ദുയൂബന്ദിലെ മർക്കസും ഈ മർക്കസും ഒരുപോലെയാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിലുള്ള ഖിലാഫ ഞമ്മക്കിടയിലുള്ളത്. എങ്ങനെയുണ്ട്? മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിലുള്ള ഖിലാഫാണോ തബ്ലീഗ് ജമാഅത്തിന്റെയും അഹ്ലുസുന്നയുടെയും ഇടയിലുള്ളത്? തബ്ലീഗ് ജമാഅത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലാന്നോ? നിങ്ങളെ യാത്രാ നായകനയിലില്ലേ? നിങ്ങളെ യാത്രയുടെ ഉപനായകരായ 2 എണ്ണയിൽ കുത്തിരിക്കുന്നില്ലേ? ഇതെവിടെ പരിപാടി? കോഴിക്കോട് മർക്കസിൽ. എന്താ പരിപാടി? കോഴിക്കോട് ജില്ല നിങ്ങളെ പേരിൽ പറഞ്ഞാൽ, നിങ്ങളെ അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളെ സമസ്ത, ആ സമസ്തയുടെ വാർഷിക കൗൺസിൽ എവിടെ നടക്കണേ? കോഴിക്കോട് മർക്കസിൽ. അതിലാരാ? തൽഹ ഖാസിമി. ആ തൽഹ ഖാസിമി പ്രസംഗിക്കുക. പറയണ്ടോ അവിടുന്ന് കോഴിക്കോട് മർക്കസും ദുയൂബന്ദിലെ മർക്കസും തബ്ലീഗ് ജമാഅത്തിന്റെ മർക്കസും ഒരുപോലെയാണ് എന്നത് തെറ്റാണ്. നിർത്തണം പ്രസംഗം. അവിടല്ലേ തിരുത്തേണ്ടത്? സ്വാമിജി പറഞ്ഞപ്പോ തിരുത്താൻ കാണിച്ച ആർജവം അവിടെയായിരുന്നില്ലേ കാണിക്കേണ്ടത്? അവിടെയല്ലേ പറയേണ്ടത്? ശംസുൽ ഉലമ മുതലക്കുളത്തിരുന്നിട്ട് സംസാരിച്ചപ്പോ തിരുത്തിച്ചില്ല എന്നൊക്കെ നിങ്ങള് ആരോപണം ഉന്നയിക്കാറുണ്ടല്ലോ. എന്താ നിങ്ങളെ സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങളെ സ്ഥാപനവും ദുയൂബന്ദിലെ മർക്കസ് ഒരുപോലെയാണ്, നമ്മളുടെ ഇടയിലുള്ള ഖിലാഫ് ഇവിടെ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിലുള്ള ഖിലാഫ് പോലെയാണ് എന്ന് പറയുമ്പോ നിർത്തണ പ്രസംഗം എന്ന് പറയണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് മൈക്ക് ഓഫ് ആക്കണ്ടേ? ഒക്കെ നിങ്ങളെ അണ്ടറിലുള്ളതല്ലേ, നിങ്ങളെ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ളതല്ലേ? എന്താ നിങ്ങള് നിർത്തായിരുന്നു? സംഭവങ്ങൾ രണ്ടും ഒന്നായിക്കണ്. ആ മർക്കസ് ഈ മർക്കസും ഒക്കെ ഒന്നാണ്. അത് പ്രസംഗിക്കണ സമയത്ത് ഈ ഞാനുൽ ഉലമ നേൽവാദി പേരോട്ടുകാരവിടെ ഉണ്ട്, മുട്ടിപ്പടിയിലെ തങ്ങളവിടെ ഉണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. ഇത് പ്രസംഗിക്കുമ്പോ നിങ്ങൾ കേട്ടല്ലോ, ഇപ്പൊ വീഡിയോ നിങ്ങൾ കേട്ടില്ലേ? അതിൽ അയാളെ തോളിൽ ഷാളൊന്നുമില്ല. നിങ്ങളത് പ്രസംഗം നിർത്താൻ പറഞ്ഞില്ല എന്ന് മാത്രല്ല, പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ അതിന് അംഗീകാരമായി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായ ലോഗോ മുദ്രണം ചെയ്ത അംഗീകാരത്തിന്റെ ആദരവിന്റെ ആതിഥേയത്വ മര്യാദയനുസരിച്ച് സ്വീകരണത്തിന്റെ ഷാള് നിങ്ങൾ ഇട്ടുകൊടുത്തു.
ഞാൻ വെറുതെ പറയല്ല, ഷാള് അയാൾക്ക് ഇട്ട് കൊടുക്കണ രംഗം ഒന്ന് കണ്ടു നോക്കിയങ്ങള്. ഫോട്ടോ നിങ്ങൾക്ക് കാണാണ്ടോ? ഷാള ഇട്ട് കൊടുത്തിരിക്കുന്നത് മർക്കസിന്റെ ഔദ്യോഗിക ലോഗോ മുദ്രണം ചെയ്തിരിക്കുന്ന ഔദ്യോഗികമായ ബഹുമതിയല്ലേ? അപ്പുറത്തതാ ഉപനായകൻ നിൽക്കുന്നില്ലേ? തബ്ലീഗ് ജമാഅത്തിൽ ഞങ്ങൾക്ക് സുഹൃത്തുക്കളില്ല അല്ലേ? മാളിയെ എന്താ പറയണേ? തബ്ലീഗ് ജമാഅത്തിൽ സുഹൃത്തുക്കളില്ല.